വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഭാഗം വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഹൈഡ്രോഗ്രോ ഇൻഡോർ ഹൈഡ്രോപോണിക്സ് സംവിധാനം ശ്രദ്ധേയമാകുന്നു. മൈക്രോ കൺട്രോളറുകളും സെൻസറുകളും ഉപയോഗിച്ച് പൂർണ്ണമായും ഓട്ടോമേറ്റഡ് രീതിയിൽ രൂപകൽപ്പന ചെയ്ത സംവിധാനം മണ്ണില്ലാതെ വെള്ളവും പോഷകങ്ങളും കാര്യക്ഷമമായി ഉപയോഗിച്ച് മികച്ച വിളവ് ഉറപ്പാക്കുന്ന ആധുനിക കൃഷിരീതിയാണ്. ഹൈഡ്രോഗ്രോ എന്ന 3-റാക്ക് ഇൻഡോർ ഹൈഡ്രോപോണിക്സ് സംവിധാനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് വികസിപ്പിച്ചത്. മണ്ണില്ലാതെ വെള്ളവും പോഷണങ്ങളും കാര്യക്ഷമമായി ഉപയോഗിച്ച് മികച്ച വിളവ് ലഭ്യമാക്കുന്ന ആധുനിക കൃഷിരീതിയാണ് ഇത്. സിസ്റ്റത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് നിരന്തര നിരീക്ഷണ സംവിധാനം. pH, ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ്, ജലത്തിന്റെയും അന്തരീക്ഷത്തിന്റെയും താപനില, ഈർപ്പം, ജലനിരപ്പ് എന്നിവ സെൻസറുകൾ വഴി തത്സമയം നിരീക്ഷിക്കാനാവും. ഓട്ടോമേഷനായി പെരിസ്റ്റാൾട്ടിക് പമ്പുകളും സോളിനോയിഡ് വാൽവുകളും ഉപയോഗിച്ച് പോഷകങ്ങൾ ചേർക്കുന്നതും pH ക്രമീകരിക്കുന്നതും സ്വയം പ്രവർത്തിക്കുന്ന രീതിയിലാണ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വികസിപ്പിച്ച ബ്ലിങ്ക് ആപ്പിലൂടെ ദൂരെ ഇരുന്ന് തന്നെ സിസ്റ്റത്തിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും കഴിയും. റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകൾ, ഫ്ളാറ്റുകൾ, വീടുകൾ, നഗരകൃഷി പദ്ധതികൾ എന്നിവയ്ക്കെല്ലാം അനുയോജ്യമായ ഊർജ്ജക്ഷമതയുള്ള സ്മാർട്ട് കൃഷിരീതിയായാണ് ഹൈഡ്രോഗ്രോയെ വിലയിരുത്തുന്നത്. കൃഷിഭൂമി കുറഞ്ഞുവരികയും നഗരപ്രദേശങ്ങളിൽ കൃഷിക്കായി മനുഷ്യ വിഭവശേഷി കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മണ്ണില്ലാത്ത സ്ഥലങ്ങളിലും സുസ്ഥിരമായ കൃഷി ഉറപ്പിക്കാൻ ഈ സംവിധാനം സഹായകമാകും. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സുനൈന ഐസക്കിന്റെ മേൽനോട്ടത്തിൽ വിദ്യാർത്ഥികളായ ഇർഫാൻ അബ്ദുൾ അസീസ്, ആൻഡ്രിയൽ മരിയ, അബിൻ സുരേഷ്, സഞ്ജയ് ജയ്മോൻ എന്നിവർ ചേർന്നാണ് ഇൻഡോർ ഹൈഡ്രോപോണിക്സ് സംവിധാനം വികസിപ്പിച്ചത്. വ്യാവസായികാടിസ്ഥാനത്തിൽ അധികം വൈകാതെ തന്നെ ഈ സംവിധാനം ലഭ്യമാക്കുമെന്ന് കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.